ഹായ് ഓൾ വെൽക്കം ചെല്ലേൺ അക്കാഡമി. നമ്മുടെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 640ഓളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റീസിലും NIRF റാങ്കിങ് പ്രകാരം 25ാമത്തെ പോസ്റ്റിൽ നിൽക്കുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഈ ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷന്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, അതേപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതേപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ഫീസ് ആയിരിക്കും. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീസ് സെം വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസ് വരുന്നത് വെറും 840 രൂപ മാത്രമാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്ന് നമുക്കൊരു മാസ്റ്റേഴ്സ് കരസ്ഥമാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള kerala.university.ac.in എന്ന് പറഞ്ഞിട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അഡ്മിഷൻ ആൻഡ് ഫീസിൽ അഡ്മിഷൻസ് ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ PGക്കാണ് പോകുന്നത്. സോ PG CSS എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തുണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇവിടെ പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകളാണ്. ഓക്കെ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് ആ ഡേറ്റുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അഡ്മിഷന് വേണ്ടിയിട്ടുള്ളത് അതിവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ന് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്, എന്ന് വരെയാണ് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 30 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇനി നമുക്കറിയാം അവിടെ നമുക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാം എഴുതണം. അത് എഴുതാനുള്ള ടൈം ഡ്യൂറേഷൻ അവർ പറയുന്നുണ്ട്. അതായത് 18 മെയ് മുതൽ 24 മെയ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഇത് റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ജൂണിലാണ് എന്നുള്ളത് ഓർക്കുക. ജൂൺ 17 ആണ്. ജൂൺ 29 ആവുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, അഡ്മിഷന്റെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ തന്നെ അത് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ എന്ന് പറയുന്നത്. സോ രണ്ടാമതായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് റിസർവേഷൻ ഉണ്ട്. ഓക്കെ, സീറ്റുകൾ ഇപ്പം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവർ മൂന്നായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഓപ്പൺ മെറിറ്റ് സീറ്റ്, അതായത് ഓപ്പൺ മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസ്ഡ് ഓൺ പ്യുവർലി മെറിറ്റ്. അതായത് മെറിറ്റിന്റെ ബേസിൽ നിങ്ങൾക്ക് ഇപ്പം 10 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 5 സീറ്റ് എന്ന് പറയുന്നത് മെറിറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും. നിങ്ങൾ എഴുതുന്ന എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ സീറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, പിന്നെ നമുക്കൊരു കാറ്റഗറി വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റ് ആണ്. കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റിന്റെ കേസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ SC ST അതേപോലെ SC BC എന്ന് പറഞ്ഞ കാറ്റഗറി ഒക്കെയാണ് വരുന്നത്. പിന്നെ EWS ഒരു കാറ്റഗറിയും അവിടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ അത് ഒന്ന് ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് സീറ്റ് റിസർവേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ മെറിറ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് റിസർവേഷൻ ആണ് കേട്ടോ. അതായത് 50% എന്തായിരിക്കും സീറ്റും എന്ന് പറയുന്നത് ഓപ്പൺ മെറിറ്റ് ആയിട്ടാണ് പോകുന്നുണ്ടാവുക. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി മെറിറ്റ് ആണ്. കമ്മ്യൂണിറ്റി മെറിറ്റിൽ തന്നെ നമ്മൾ പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ്, അതായത് SC BC. അപ്പൊ SC BC നോക്കുന്ന സമയത്ത് അതിലാണ് ഈയവ, മുസ്ലിം, ലാറ്റിൻ കത്തോലിക്, അതേപോലെ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് ഒക്കെ വരുന്നത്. അവർക്കൊക്കെ ഒരു 20% എന്ത് വരുന്നത്, സീറ്റിന്റെ ആ ഒരു റിസർവേഷൻ വരുന്നത്. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് വരുന്നുണ്ട്, അത് 50% ആണ്. അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് വരുന്നത് 5% ആണ്. പിന്നെ നമുക്കറിയുന്ന കേസാണ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസിൽ എന്തുണ്ട്, എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആളുകളുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടും, അതായത് EWS കാറ്റഗറിക്ക് വരുന്നത് 10% റിസർവേഷൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാൻഡറ്ററി ആയിട്ടുള്ള റിസർവേഷൻ എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യൽ റിസർവേഷൻ, അതായത് കുറച്ച് റിസർവേഷൻ അല്ലാണ്ട് കൊടുക്കുന്നുണ്ട്. അതായത് നോൺ കേരളൈറ്റ്, അതായത് ഔട്ട് ഓഫ് കേരള ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തുണ്ട്, സീറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോറിൻ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കുണ്ട്. അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി കാർഡ് അവിടെ
അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അവർക്കും എന്തുണ്ട്, സീറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ആർട്സ് കോട്ട, ഇപ്പൊ നിങ്ങൾ എന്താണ് ഏതെങ്കിലും ഒരു കലാതിലകം അല്ലെങ്കിൽ കലാപ്രതിഭയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്സ് കോട്ട ത്രൂ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ സ്പോൺസർഡ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതേപോലെ ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, അതായത് PWD കാറ്റഗറി, അവർക്ക് എന്തുണ്ട്, അതായത് 40% ഡിസബിലിറ്റി അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ആളുകൾക്കാണ് ഇതെന്ന് പറയുന്നത്. സോ അതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് സ്പോർട്സ് കോട്ടക്കാരുണ്ട്. അവരിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, യെസ് എന്ന്, അതായത് സ്പോർട്സ് കോട്ടയിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് പറയുന്നുണ്ട്, അതായത് ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, കബഡി, ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ലിസ്റ്റ് ഇതേപോലെ ഒരു താഴത്തെ ഒരു ലിസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു പ്രോസ്പെക്ടസിൽ താഴത്തായിട്ട്, ഈ ഒരു PDF താഴത്തായിട്ട്. സോ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ, അതിൽ നിങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. സോ അതേപോലെ തന്നെ ഫിഷർമാൻ ചിൽഡ്രൻസ്, അതായത് ഇവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് എന്ത് പറയുന്നത്, റിസർവേഷൻ ഉണ്ടാവുക. അതായത് MSc പ്രോഗ്രാം ഇത് അക്വാട്ടിക് ബയോളജിയും, അതേപോലെ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസും, അതേപോലെ അപ്ലൈഡ് അക്വാകൾച്ചർ, ഇതിലേക്കായിരിക്കും ഇത് ഉണ്ടാവുക, ഈ റിസർവേഷൻ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ റിസർവേഷൻ സീറ്റ് കാര്യങ്ങളും ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ NCL OBC കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ NCL ആണ് സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സർട്ടിഫിക്കറ്റും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം, ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആന്റി റാഗിങ് സർട്ടിഫിക്കറ്റും, അതേപോലെ തന്നെ ഡ്രഗ് അബ്യൂസ്, അതായത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അഡ്മിഷന്റെ സമയത്ത് നോട്ട് ഇൻക്ലൂഡ് ഇൻ ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം, ആ ഒരു ഇതും കൂടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിന്റെ താഴത്തായിട്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതും കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു, നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതി, നിങ്ങൾ ക്വാളിഫൈ ആയി, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ വെക്കേണ്ടതുണ്ട്. അതായത് ആന്റി റാഗിങ് ഈ ഒരു ഇത് എന്ത് ചെയ്യണം, ഇതൊന്ന് ഫില്ല് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആന്റി ഡ്രഗ് ഡിക്ലറേഷൻ ഫോമും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് ഫില്ല് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇനി നമ്മൾ എലിജിബിലിറ്റി നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഇയറിൽ എന്താവണം, നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി പാസ്സാവുന്ന ആളുകളായിരിക്കണം. റിസൾട്ട് അവൈറ്റിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറി ആയിരിക്കണം. അതായത് 10+2+3 എന്ന് പറഞ്ഞ സ്കീം കംപ്ലീറ്റ് ചെയ്തേക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ചില ആളുകൾക്ക് CGPA വരുന്നത് 5 ചില ആളുകൾക്ക് 10 ഇല്ലായിരിക്കും. സോ CGPA 5 ആണെന്നുണ്ടെങ്കിൽ അത് 2 or above എന്നുള്ള കേസാണ് അവർ പറയുന്നത്. ഇനി പിന്നെ അതേപോലെ ഇവിടെ അത് ആ ഒരു രീതി കൊടുത്തിട്ടുണ്ട്. ഇനി SC and ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവർ സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നുണ്ട് CGPA of 1.8 അല്ലെങ്കിൽ എബവ് വേണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി SCBC കാറ്റഗറി, നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ ആ ഒരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 1.92 ഓർ എബവ് വേണം എന്ന് പറയുന്നുണ്ട്. ഇനി PWD കാറ്റഗറിക്ക് അവർക്കും എന്തുണ്ട്, റിലാക്സേഷൻ വരുന്നുണ്ട്, 1.8 ഓർ എബവ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി ഓർക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് വരെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഏതാണ് ബാച്ചിലേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്, ഇനി നിങ്ങൾ ഏതെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് എലിജിബിൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ്, ഓക്കെ, ആർട്സ് സബ്ജക്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ക്രൈറ്റീരിയ ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്, വിത്ത് അറ്റ്ലീസ്റ്റ് 4 അറബിക് ലാംഗ്വേജ് കോഴ്സസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് MA എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ BA എക്കണോമിക്സ് വേണം. അതേപോലെ BSc മാത്തമാറ്റിക്സുകാർക്ക് MA എക്കണോമിക്സിന് ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇപ്പോൾ MA ഹിസ്റ്ററി ആവുന്ന സമയത്ത് ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് എലിജിബിൾ ആവുന്നതായിരിക്കും MA ഹിസ്റ്ററിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി മാസ്റ്റേഴ്സ് ഓഫ് സയൻസ്, അതായത് സയൻസ് സബ്ജക്റ്റിന്റെ കേസിലും ഇതേപോലെ പറയുന്നുണ്ട്. അതായത് MSc പിന്നെ എന്താണ് MSc അപ്ലൈഡ് അക്വാകൾച്ചറിലേക്ക് പോകുന്ന കേസാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അവർ പറയുന്നുണ്ട്. BSc ഇൻ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ്, സുവോളജി, അക്വാകൾച്ചർ, ഫിഷറി സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. MSc അപ്ലൈഡ് സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ BA അല്ലെങ്കിൽ BSc സൈക്കോളജി തന്നെ അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. കണ്ടോ, MSc ബോട്ടണി ആവുന്ന സമയത്ത് BSc ബോട്ടണി വേണം, അല്ലെങ്കിൽ ബയോടെക്നോളജി മതി, അല്ലെങ്കിൽ എനി മൾട്ടി മേജർ കോഴ്സസ് വിത്ത് ബോട്ടണി ആസ് എ കോഴ്സ് എന്ന് പറയുന്നുണ്ട്. ഈ രീതിയിൽ കെമിസ്ട്രി, അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അതങ്ങനെ ഒരുപാട് കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവരിവിടെ പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ രീതി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് വെക്കുക കേട്ടോ, നിങ്ങൾക്ക് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത്. ഇനി MBAക്കാരോടാണ് പറയാനുള്ളത്. MBAക്കാരെ പിന്നെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾക്കിപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ അവിടെ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ KMAT അതേപോലെ CMAT അല്ലെങ്കിൽ CAT എക്സാം ക്വാളിഫൈ ആയിരിക്കണം. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ രീതിയിൽ എൻട്രൻസ് എക്സാം അവിടെ കണ്ടക്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി MSW MCOM ഒക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വരുന്നുണ്ട്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ MED വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എലിജിബിലിറ്റി നോക്കുക. മാസ്റ്റേഴ്സ് ഓഫ് ലോ വരുന്നുണ്ട്. MBAയുടെ കേസ് ഇതാ, MBA ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്, അവർക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സൈറ്റ് ഉണ്ട്, ഈ സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അതായത് admission.kerala.university.ac.in എന്ന് പറയുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പം രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൈറ്റ് വന്നു കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജെൻഡർ, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID ആൻഡ് കൺഫേം മൊബൈൽ നമ്പർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പാസ്വേഡ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും അതും ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത് രണ്ടും സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ആപ്ലിക്കൻറ്റ് ലോഗിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ, അതായത് 6 സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സാണ്. സോ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ബാക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അത് കാണിച്ചു തരാൻ പറ്റാത്തത്. സോ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടോ, പിന്നെ അവര് ഫീസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഫീസും കൂടെ ഒന്ന് നോക്കാം. ഫീസ് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 1500 രൂപയാണ്. അഡീഷണൽ സബ്ജക്റ്റ്, ഇപ്പം നമുക്ക് അറിയാം 5 സബ്ജക്റ്റ് ആണുള്ളത്, അപ്പോൾ ഓരോ സബ്ജക്റ്റിന് വരുന്നത് 105 രൂപയാണ്. അതായത് ഒന്ന് നമ്മൾ ഓൾറെഡി എടുത്തു, അത് കഴിഞ്ഞ് വരുന്ന ബാക്കി 4 എണ്ണത്തിന് ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇനി SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 750 രൂപയാണ്. ആൻഡ് അഡീഷണൽ സബ്ജക്ട് ഫീസ് എന്ന് പറയുന്നത് 55 രൂപയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഒരു 6 സ്റ്റെപ്പാണ് ഉള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ബേസിക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്തു. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ പിന്നെ അതായത് പാരൻസിന്റെ പേര്, കാര്യങ്ങൾ, അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഞാനിതാ ഇപ്പൊ കാണിച്ചതുപോലത്തെ ഒരു പേ ഓൺലൈൻ, അതായത് പേയ്മെന്റിന്റെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലേ ബാക്കി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, പേയ്മെന്റ് നടത്തുക. പേയ്മെന്റ് നടത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ്. ഓക്കെ, അതായത് അതിനൊരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഫോർമാറ്റിലുള്ള സിഗ്നേച്ചറും പിന്നെ ഫോട്ടോയും, അതായത് JPG ആ ഒരു ഫോർമാറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കാൻഡിഡേറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അത് മസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് അവർ എൻട്രൻസ് എക്സാമിന്റെ കുറച്ച് ദിവസം മുമ്പായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അത് പിന്നീടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അത് നമുക്ക് കൺഫ്യൂസിങ് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. സോ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എക്സാമിന്റെ ഒരു കേസ് നോക്കുന്ന സമയത്ത്, എൻട്രൻസ് എക്സാം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഒരു മോഡ് നോക്കുമ്പോൾ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 100 മാർക്കിനായിരിക്കും. ഓക്കെ, അതായത് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതിലെന്താണ്, മെയിൻലി സബ്ജക്ട് നോളജ് ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നതും ഉണ്ടാവും. അതേപോലെ ലോജിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ റീസൺ ടൈപ്പ് ഒക്കെ ഉണ്ടാവും എന്ന് അവർ പറയുന്നുണ്ട്. 2 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും. പിന്നെന്താ, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 മാർക്ക്. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് ആയിരിക്കും. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 0.25 ആണ് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്,
നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അത് പെർസെൻറ്റേജ് സ്കോർ ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഇവിടെ പറയുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ എക്സാമിന് ഒരു ഓവറോൾ കാര്യം പറയാനായിട്ട് നമുക്കുള്ളത്. പിന്നെ ഓൺലൈൻ അഡ്മിറ്റ് കാർഡ് പിന്നീട് എന്ത് ചെയ്യുന്നതായിരിക്കും, നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അഡ്മിഷൻ പ്രൊസീജിയർ പിന്നീട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഔട്ട് ഓഫ് കംപ്ലീറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊണ്ടുപോകണം, അഡ്മിഷൻ മെമ്മോ കൊണ്ടുപോകണം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, TC, മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് കൊണ്ടുപോകണം, പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ്, NCLA, ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിന്റെ കൂടെ തന്നെ ആന്റി ഡ്രഗ് ഡിക്ലറേഷൻ, അതേപോലെ തന്നെ നിങ്ങൾ വേറെ സംഭവം കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്, ആന്റി റാഗിങ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്. അത് രണ്ടും നിങ്ങൾക്ക് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു PDF-ന്റെ തന്നെ അവസാനത്തെ 2 പേജ് എന്ന് പറയുന്നത് ആക്ച്വലി കണ്ടോ, ഇത് ആന്റി റാഗിങ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഇതാക്കുന്ന ആന്റി ഡ്രഗ് ഡിക്ലറേഷൻ ഫോമും കൂടെ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. സോ ആ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് എത്രയാണ് ഫീസ് വരിക എന്നുള്ളത്. ഓക്കെ, ആ ഫീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് MA, MCOM, LLM, MSW, MEd, MCJ, അതേപോലെ ഇതിനൊക്കെ വരുന്ന ഫീസ് എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അഡ്മിഷൻ ഫീസ് കൊടുത്തിട്ടുണ്ട്, ലൈബ്രറി ഫീസ്, ലാബ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒരു അറൌണ്ട് 4000 റുപ്പീസ് ആണ് വരുന്നത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പെർ സെമസ്റ്ററിൽ ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് അടിച്ചാൽ മതിയാകും. ഓക്കെ, അതേപോലെ MSc, മാസ്റ്റേഴ്സ് ഇൻ സയൻസ് മാസ്റ്റേഴ്സ് ഓഫ് സയൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു എമൗണ്ട് ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് ആക്ച്വലി ഏതൊക്കെ പ്രോഗ്രാംസ് ഉള്ളത്, അതിന്റെ എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ സീറ്റും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു കോഴ്സിന് പോകണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബോട്ടണി ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എടുക്കാൻ പോകുന്നത്, ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിയിൽ അവർ 2 പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. MSc ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങും, അതേപോലെ MSc ബോട്ടണി ഇൻ സ്പെഷ്യലൈസേഷൻ ഇൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ സീറ്റ് എന്തുണ്ട്, നമ്പറിൽ ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് അവർ ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പൊ കൊമേഴ്സ് നോക്കുന്ന സമയത്ത് നോക്കിയേ, MCOM ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് വരുന്നുണ്ട്, MCOM ഗ്ലോബൽ ബിസിനസ് ആൻഡ് ഓപ്പറേഷൻ വരുന്നുണ്ട്. അപ്പൊ സീറ്റ് എന്തുണ്ട്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിന് കൂടുതലുണ്ട് അല്ലെ. അപ്പൊ ഈ രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, അതേപോലെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ലോ വരുന്ന സമയത്ത് LLM പബ്ലിക് ലോ ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും അതേപോലെ ഏതൊക്കെ കോഴ്സുകൾ, സോഷ്യോളജി ആണെന്നുണ്ടെങ്കിൽ MS സോഷ്യോളജി, അതേപോലെ MSW എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതിയാക്കും. ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടല്ലേ ഇതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്പർ ചെയ്തിട്ട് ഫസ്റ്റ് നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതിയാകും. സോ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡേറ്റ് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക്